ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിലും അതോടൊപ്പം തന്നെ മറ്റ് ലേഖനങ്ങളിലുമെല്ലാം കർത്താവിന്റെ പ്രത്യക്ഷത വളരെ സമീപിച്ചു, അല്ലെങ്കിൽ ആ ഒരു തലമുറയിൽ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ ഒരു പ്രസന്റേഷൻ പോലെ ചെയ്യുവാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞത് അവിടെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഒലിവ് മലയിൽ വെച്ച് പറഞ്ഞത്, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലും അതിന് പാരലായിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ എത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇത് തന്നെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? അതായത് യോഹന്നാൻ കർത്താവിന്റെ വരവ് വരെ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്ന വാക്യമാണിത്. ഇതെല്ലാം അതായത് സുവിശേഷത്തിൽ നിന്ന് തന്നെ കർത്താവ് ആ തലമുറയിൽ തന്നെ വരുമെന്ന് സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇവയൊക്കെയും. അപ്പോസ്തല പ്രവർത്തികളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നമുക്ക് വെളിപ്പാട് 1:8 അല്ലെങ്കിൽ 7 ആ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും കാണും എന്ന് പറയുന്ന വാക്യം നമുക്ക് അവിടെ അറിയാം. അതായത് ആ ഒരു തലമുറയിൽ തന്നെ കർത്താവ് തിരിച്ചു വരുമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. കൂടാതെ അപ്പോസ്തല പ്രവർത്തികൾ 17:30 വായിച്ചാൽ, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അതായത് ദൈവം അറിവില്ലായ്മയുടെ കാലങ്ങളെ കണക്കിടാതെ ഇപ്പോൾ എല്ലാ മനുഷ്യരും, അതായത് ആ ഒരു തലമുറയിലുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് കർത്താവ് മനുഷ്യരോട് കൽപ്പിക്കുന്നത് എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 17:30 വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 13:11-12 വായിച്ചാൽ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാകിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അതായത് അവർ മുൻപ് വിശ്വസിച്ചിരുന്ന സമയത്തേക്കാൾ കർത്താവിന്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. അതോടൊപ്പം തന്നെ രാത്രി കഴിവാറായി, അല്ലെങ്കിൽ സാത്താന്റെ ആ ഒരു കാലഘട്ടം കഴിവാറായി, ഉടൻ തന്നെ കർത്താവ് വരുമെന്നുള്ളതിനെ കുറിച്ചുള്ള വാക്യമാണ് റോമൻസ് 13:11-12 പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സുവിശേഷം സർവ്വലോകത്തിലും എത്തുമ്പോൾ മാത്രമാണ് അവസാനം വരിക, ഇല്ലെങ്കിൽ സ്വർഗരാജ്യം ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മത്തായി 24 കാണുവാനായിട്ട് പറ്റും. റോമൻസിലേക്ക് വരുമ്പോൾ അത് പൂർത്തിയായി, ഇല്ലെങ്കിൽ സർവ്വലോകത്തിലും സുവിശേഷം എത്തി എന്നുള്ള കുറെ വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. ഒന്ന് റോമൻസ് 1:8 വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റോമൻസ് 10:17-18 അതിലൊക്കെയും ഇത് തന്നെ കാണുവാനായിട്ട് പറ്റും. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. കൂടാതെ റോമൻസ് 16:19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിമിത്തം സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ 20-ാമത്തെ വാക്യം വായിച്ചാൽ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഇതൊക്കെയും ആ ഒരു തലമുറയിൽ, അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ കർത്താവിന്റെ വരവ് ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വാക്യങ്ങളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 7 പറയുന്നുണ്ട്, എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. 2 കൊരിന്ത്യൻസിലേക്ക് വരുമ്പോൾ, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതായത് ഉടൻ തന്നെ ന്യായാധിപതി എത്തുന്നു എന്നുള്ളത് നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുവാനായിട്ട് പറ്റും. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് ഉടനെ തന്നെ എന്ന് കാണിക്കുന്ന വാക്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഗലാത്യൻസ് 1 വായിച്ചാൽ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന്, അതായത് അന്നത്തെ ഉണ്ടായിരുന്ന ഒരു ഈവിൽ ജനറേഷനിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കൂടാതെ ഗലാത്യൻസ് 4:26 വായിച്ചാലും മീതെയുള്ള യെരുശലേം, അല്ലെങ്കിൽ സ്വർഗീയ യെരുശലേമിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവസാനത്തെ കാഹളം ഊതുന്ന സമയത്ത് പ്രവാചകന്മാർക്ക് അരുളി ചെയ്തത് സകലതും നിവൃത്തിയാകുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ദൈവത്തിന്റെ മില്ലിയൽ കിങ്ഡം ഭൂമിയിൽ വരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു കർത്താവിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങൾ എഫേസ്യൻസിലും ഉണ്ട്. ഇത് തന്നെ ലിറ്റിൽ സീസൺ അവസാനം എറ്റേണൽ കിങ്ഡം വരുന്നതിനെ കുറിച്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വാക്യം തന്നെയാണ്. ഫിലിപ്പിയൻസ് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ
നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ള വാക്യവും കാണാനായിട്ട് പറ്റും. കൊളോസിയൻസ് 1:6-23 വായിക്കുമ്പോൾ സർവ്വലോകത്തിലും സുവിശേഷം എത്തി എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. 23 വായിച്ചു കഴിഞ്ഞാൽ, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരമുള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടെന്നാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും എന്നുള്ള വാക്യവും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. മത്തായി 16:28 പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വാക്യമാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എന്നാണ് അവിടെ പറയുന്നത്. അവിടെ മനുഷ്യപുത്രൻ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ആ നിൽക്കുന്നവരിലുണ്ടെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. അതിന് പാരലായിട്ടുള്ള ഒരു വാക്യമാണ് ഇതും. 2 തെസ്സലോനിക്കരിലേക്ക് വരുമ്പോൾ കർത്താവിനെ പ്രതി കഷ്ടം അനുഭവിക്കുന്ന ആ വിശ്വാസികളോട് പൗലോസ്ലീഹ പറയുന്നതാണ്, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാവുമ്പോൾ ഇവർക്ക്, അതായത് ഈ കഷ്ടം അനുഭവിച്ച വിശുദ്ധന്മാർക്ക് സ്ലീഹന്മാരോട് കൂടെ ആശ്വാസം പകരും. അതോടൊപ്പം തന്നെ അവരെ ഉപദ്രവിച്ചവരെ യേശു ജഡ്ജ് ചെയ്യും എന്നുള്ള വാക്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1 തീമോത്തിയിലും നമുക്ക് കാണുവാനായിട്ട് പറ്റും നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നുള്ള വാക്യം. അതോടൊപ്പം തന്നെ വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അതായത് കർത്താവിന്റെ മില്ലിയൽ കിങ്ഡത്തിലേക്ക് അല്ലെങ്കിൽ വരുന്ന ജഡ്ജ്മെന്റിന് ശേഷം കിങ്ഡത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യതയെക്കുറിച്ചും ഒക്കെയുള്ള വാക്യങ്ങളാണ് നമുക്ക് തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ കാണുവാനായിട്ട് പറ്റുന്നത്. 2 തീമോത്തിയോസിൽ പൗലോസ്ലിയ പറയുകയാണ്, പൗലോസ്ലിയ തന്റെ പ്രവൃത്തിയെല്ലാം അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം അവസാനിക്കാറായ ഒരു സമയത്ത് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ. അതായത് ആ ഒരു തലമുറയിൽ തന്നെ കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൗലോസ്ലിയ തന്നെ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേഗത്തിൽ അവർക്ക് ആ കിരീടം ലഭിക്കുന്നില്ല. പൗലോസ്ലിയയ്ക്കും അതോടൊപ്പം തന്നെ കർത്താവിന്റെ വരവിനെ കാത്തിരുന്ന ആ ഒരു തലമുറയ്ക്ക് ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കിരീടങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് അവിടെ പൗലോസ്ലിഹ പറയുന്നത്. തീമോത്തി 2 വരുമ്പോൾ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും ആണ് കാത്തിരിക്കുന്നത് എന്നുള്ള വാക്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അവരെല്ലാം കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള വാക്യമാണ് ഇവയിലൊക്കെയും അല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനത്തിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ ഒരു പേഴ്സണൽ ലെറ്റർ പോലെയാണ് നമുക്ക് അവിടെ മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എബ്രായർ എഴുതിയ ലേഖനത്തിൽ തുടങ്ങുന്നത് തന്നെ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൂടാതെ എബ്രായർ 10:24 വരുമ്പോൾ, നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അതായത് സൽപ്രവർത്തികളൊക്കെ കൂടുതലായിട്ട് ചെയ്യേണ്ടതാകുന്നു എന്നുള്ള വാക്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 5:9 വായിക്കുമ്പോൾ, ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു എന്നുള്ള വാക്യം കാണുവാനായിട്ട് പറ്റും. അതായത് ന്യായാധിപതിയായ കർത്താവ് ഉടനെ വരുന്നു, അല്ലെങ്കിൽ വേഗത്തിൽ വരുന്നു എന്നുള്ള വാക്യമാണത്. 1 പത്രോസ് 4:7 വായിക്കുമ്പോൾ, എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബന്ധരുമായിരിപ്പിൻ എന്ന് പത്രോസ്ലീഹ പറയുന്ന വാക്യമാണത്. 2 പത്രോസിലും നമുക്ക് അതുപോലത്തെ വാക്യം കാണുവാനായിട്ട് പറ്റും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 17:30 വായിച്ചായിരുന്നു. അതായത് അറിവില്ലായ്മയുടെ കാലത്തെ ദൈവം കണക്കിടുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഇച്ഛിക്കുന്നത് എന്നുള്ള വാക്യം. അതിനൊരു പാരലായിട്ടുള്ള വാക്യമാണ് 2 പീറ്റർ 3:3 ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വേഗത്തിൽ, അല്ലെങ്കിൽ ന്യായാധിപതിയായ കർത്താവ് വന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ അതിൽ കൂടി കടന്നു പോകാൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ആ ഒരു തലമുറയിലുള്ളവരോട് പറയുന്ന വാക്യങ്ങളാണ് ഇവയൊക്കെയും. 1 യോഹന്നാൻ വായിച്ചാലും, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാവുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാവുന്നു എന്ന് നമുക്കറിയാം എന്ന് ഉള്ള വാക്യം കാണുവാനായിട്ട് പറ്റും. 2 യോഹന്നാനിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ സ്നേഹത്തോടെ നടക്കുവാൻ വേണ്ടി പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ എതിർക്രിസ്തുവും പുറപ്പെട്ടുവല്ലോ എന്നുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ അനേകം പേർ പുറപ്പെട്ടു എന്നുള്ള വാക്യവും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് പറ്റും. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ സൂചനകളായിട്ടുള്ള വാക്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൗലോസ്ലിയുടെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, അവരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ യോഹന്നാന്റെ ലേഖനത്തിലും
തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾ, അവിടുത്തെ സഭകൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല എന്നുള്ളത് യോഹന്നാനും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്രോസ് ശ്ലീഹയുടെ 1-ാം ലേഖനം 2:25 വായിച്ചാലും കാണാനായിട്ട് സാധിക്കും. മുൻപേ നിങ്ങൾ ആടുകളെ പോലെ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ആടുകളെ പോലെയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഇടയന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ള വാക്യവും കാണുവാനായിട്ട് സാധിക്കും. ഇവയെല്ലാം അന്ത്യകാലം അല്ലെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള സൂചനകളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. യൂദയുടെ ലേഖനത്തിലും കർത്താവ് അല്ലെങ്കിൽ ന്യായാധിപതിയായ കർത്താവ് 1000 സൈന്യത്തോടെ അല്ലെങ്കിൽ മാലാഖമാരുമായിട്ട് വരും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് തന്നെ വേഗത്തിൽ സംഭവിപ്പാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അനേകം തവണ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കർത്താവിന്റെ വേഗത്തിലുള്ള വരവിനെ കുറിച്ചുള്ള വാക്യം കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഈ പുസ്തകം മുദ്രയിടരുതെന്ന് വെളിപാട് 22-ൽ പറയുന്നുണ്ട്. ഇതൊക്കെയും ചേർത്ത് വെക്കുമ്പോൾ കർത്താവ് ആ ഒരു തലമുറയിൽ തന്നെ അല്ലെങ്കിൽ AD 70-നുള്ളിൽ തന്നെ തിരിച്ചു വന്നു എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം മില്ലിയൽ കിങ്ഡം കഴിഞ്ഞ് സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുമെന്ന് വെളിപ്പാട് 20:7 പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അവസാനം ഒരു ഗോഗ് മാഗോഗ് യുദ്ധവും അതിനുശേഷം ഫൈനൽ ജഡ്ജ്മെന്റുമാണ്. അപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് കർത്താവിൽ വിശ്വസിക്കുകയും ഇല്ലെങ്കിൽ റിപ്പന്റ് ചെയ്ത് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ പാപങ്ങളിൽ നിന്നും പ്രായശ്ചിത്തത്തിന് വേണ്ടി അപേക്ഷിച്ച് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ജീവിക്കുവാനാണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഈ പുതിയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. AD 70-ന് മുമ്പ് ഉദ്ദേശിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ നന്നാവണം അല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സാത്താന്റെ അല്പകാലത്തിലും മനുഷ്യരെല്ലാം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ച് ന്യായവിധിയിൽ കൂടി സ്വർഗീയ നിത്യരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ യെരൂശലേമിലേക്കുള്ള പ്രവേശനത്തിലേക്ക് പ്രാർത്ഥിക്കുകയൊക്കെ വേണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി.